ഇന്ന് നമ്മൾക്ക് ഒരു കഥ വായിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കാം. ഈ കഥയുടെ പേര് എ സ്ട്രേഞ്ചർ, ഒരു അപരിചിതൻ. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ അധ്യായം, അതിൻ്റെ പേര് എ സ്ട്രേഞ്ചർ ഇൻ വുഡ് എൻഡ്. വുഡ് എൻഡ് എന്ന ഗ്രാമത്തിൽ ഒരു അപരിചിതൻ. ഓൺ സാറ്റർഡേ 31st October 1964, 1964 ഒക്ടോബർ 31 ഒരു സാറ്റർഡേ ആയിരുന്നു. എ മാൻ അറൈവ്ഡ് ഇൻ ദ വില്ലേജ്. ഒരു മനുഷ്യൻ ആ ഗ്രാമത്തിലെത്തി. ഇറ്റ് വാസ് ലേറ്റ് ഇൻ ദ ഈവനിങ്. അതൊരു സന്ധ്യാസമയമായിരുന്നു. ഹി വാസ് ലുക്കിംഗ് ഫോർ സംവെയർ ടു സ്റ്റേ ദ നൈറ്റ്. അയാൾ ഇത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. സംവെയർ, എവിടെയെങ്കിലും, ടു സ്റ്റേ ദ നൈറ്റ്, ആ രാത്രി തങ്ങാൻ ഒരു ഇടം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി നോക്ക്ഡ് അറ്റ് എ ഡോർ. അദ്ദേഹം അവിടെ അടുത്ത് കണ്ട ഒരു വാതിൽ മുട്ടി. ആൻഡ് എ വുമൺ ഓപ്പൺഡ് ഇറ്റ്. അവിടെ ഒരു സ്ത്രീ ആ വാതിൽ തുറന്നു കൊടുത്തു. ഗുഡ് ഈവനിങ് മാഡം, ദ മാൻ സെഡ്. ആ മനുഷ്യൻ ആ സ്ത്രീയോട് ഗുഡ് ഈവനിങ് പറഞ്ഞു. ഐ ആം സോറി, ഇറ്റ്സ് സോ ലേറ്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ക്ഷമ ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഓൾറെഡി വളരെ ലേറ്റായിട്ടുണ്ട്. ബട്ട് ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? എന്നിരുന്നാലും താങ്കൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈസ് ദർ എ ഹോട്ടൽ ഇൻ ദിസ് വില്ലേജ്? ഈ സ്ഥലത്ത് ഏതെങ്കിലും ഹോട്ടൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ ടു നൈറ്റ്. എനിക്ക് ഈ ദിവസം, ഈ രാത്രിയിൽ ഇവിടെ താമസിക്കണം, ഈ സ്ഥലത്ത്. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാമോ? ദ വുമൻ ലാഫ്ഡ്. ആ സ്ത്രീ ചിരിക്കാൻ തുടങ്ങി. എ ഹോട്ടൽ ഹിയർ ഇൻ വുഡ് എൻഡ്? ഒരു ഹോട്ടലോ ഈ വുഡ് എൻഡ് എന്ന ഗ്രാമത്തിലോ? നോ സർ, ഐ ആം അഫ്രൈഡ് ദർ ഈസൻറ്റ്. അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഹോട്ടൽ എന്ന് പറയാനൊരു സ്ഥലമില്ല, അങ്ങനെ ഒരു സംവിധാനമില്ല. വാട്ട് എ പിറ്റി സെഡ് ദ മാൻ. ആ അദ്ദേഹം പറഞ്ഞു, എന്ത് കഷ്ടം. ഐ ആം എ സ്ട്രേഞ്ചർ ഹിയർ. ഞാനിവിടെ ഒരു അപരിചിതനാണ്. ആൻഡ് ഐ വാണ്ട് ടു സീ യുവർ വില്ലേജ് ടുമാറോ. എനിക്ക് നിങ്ങളുടെ ഈ ഗ്രാമം ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു നാളെ. ദ സ്ട്രേഞ്ചർ വാസ് വെരി പൊളൈറ്റ്. ആ അപരിചിതൻ വളരെ മിതഭാഷിയും പൊളൈറ്റ്, നല്ല രീതിയിൽ പെരുമാറുന്ന ആളുമായിരുന്നു. ഹി വാസ് ടോൾ ആൻഡ് ഹാഡ് ഡാർക്ക് ഹെയർ. അദ്ദേഹം വളരെ പൊക്കമുള്ളൊരാളും, ആൻഡ് ഹാഡ് ഡാർക്ക് ഹെയർ, അദ്ദേഹത്തിൻ്റെ തലമുടി വളരെ കറുത്തതുമായിരുന്നു. ആൻഡ് ഹി ഹാഡ് സ്ട്രേഞ്ച് ഗ്രീൻ ഐസ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പച്ച നിറത്തിലുള്ളതായിരുന്നു. പെർഹാപ്സ് മിസ്സിസ് ഹാരിസൺ ക്യാൻ ഹെൽപ്പ് യു, ദ വുമൻ സെഡ്. ആ സ്ത്രീ പറഞ്ഞു, പെർഹാപ്സ്, ഒരു പക്ഷേ, മിസ്സിസ് ഹാരിസൺ ക്യാൻ ഹെൽപ്പ് യു. മിസ്സിസ് ഹാരിസൺ എന്ന അവിടെയുള്ള വേറൊരു സ്ത്രീ, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഷി ഹാസ് എ റൂം. അവരുടെ വീട്ടിലൊരു റൂം ഉണ്ട്. പെർഹാപ്സ് യു ക്യാൻ സ്റ്റേ വിത്ത് ഹർ. ഒരു പക്ഷേ താങ്കൾക്ക് അവരോടൊപ്പം താമസിക്കാൻ സാധിച്ചേക്കും. വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ.
ഐ വിൽ ഗെറ്റ് മൈ കോട്ട്. ഞാൻ എൻ്റെ കോട്ടൊന്ന് എടുത്തോട്ടെ. ആൻഡ് ഐ വിൽ ടേക്ക് യു ദർ. അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം. The woman took the stranger to Mrs. Harrison's house. The woman took the stranger. ആ സ്ത്രീ ആ പരിചിതനെ മിസ്സിസ് ഹാരിസൻ്റെ ഹൗസിൽ വീട്ടിലെത്തിച്ചു. മിസ്സിസ് ഹാരിസൺ ഗേവ് ഹിം എ റൂം ഫോർ ദ നൈറ്റ്. മിസ്സിസ് ഹാരിസൺ അദ്ദേഹത്തിന് അന്ന് രാത്രി തങ്ങാൻ ഒരു റൂം കൊടുത്തു. ഹി വാസ് വെരി ഗ്ലാഡ്. അദ്ദേഹം വളരെ സന്തോഷവനായി. ഇറ്റ് വാസ് ദ ലാസ്റ്റ് നൈറ്റ് ഓഫ് ഒക്ടോബർ. അത് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ രാത്രിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് കോൾഡ്. അത് മാത്രമല്ല വളരെ തണുപ്പുള്ളത് രാത്രിയുമായിരുന്നു. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ. അതിനടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ദ മാൻ ലുക്ക്ഡ് അറൗണ്ട് ദ വില്ലേജ്. ആ മനുഷ്യൻ ആ ഗ്രാമം മുഴുവനും ചുറ്റി നടന്ന് കണ്ടു. ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വില്ലേജ്. ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ്. അദ്ദേഹം വളരെ തൽപരനായിരുന്നു ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വില്ലേജ്. ആ ഗ്രാമത്തിൻ്റെ കഥ അറിയാൻ വേണ്ടി. ഹി മെറ്റ് സം ഓഫ് ദ വില്ലേജസ്. അദ്ദേഹം ആ ഗ്രാമത്തിലുള്ള കുറച്ച് ഗ്രാമവാസികളെ പരിചയപ്പെട്ടു. ആൻഡ് ആസ്ക്ഡ് ദം ദെയർ നെയിംസ്. അവരോടെല്ലാം അവരുടെ പേരുകൾ ചോദിക്കുകയും ചെയ്തു. ബട്ട് ഹി ഡിഡ് നോട്ട് വിസിറ്റ് ദ ചർച്ച്. എന്തുകൊണ്ടോ അദ്ദേഹം അവിടുത്തെ ആ ചർച്ച് അഥവാ പള്ളിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. ദാറ്റ് വാസ് അൺയൂഷ്വൽ. അതൊരു അൺയൂഷ്വൽ കാര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. The church in Woodend was the most beautiful building in the village. The church, ആ പള്ളി, was the most beautiful building. ആ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടമായിരുന്നു in the village. But the stranger was not interested in it. എന്തുകൊണ്ടോ ആ അപരിചിതൻ അതിലൊന്നും വളരെ ഇൻട്രസ്റ്റ് കാണിച്ചില്ല, വലിയ താല്പര്യം കാണിച്ചില്ല. ഹി ഡിഡ് നോട്ട് ഗോ ടു ചർച്ച് ദാറ്റ് നൈറ്റ് വിത്ത് ഓൾ ദ വില്ലേജസ്. ഹി ഡിഡ് നോട്ട് ഗോ ടു ദ ചർച്ച്. അദ്ദേഹം ആ രാത്രിയിൽ, എല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ആ പള്ളിയിൽ പോയില്ല. ദാറ്റ് നൈറ്റ് വിത്ത് ഓൾ ദ വില്ലേജസ്, മറ്റുള്ള ഗ്രാമവാസികൾക്കൊപ്പം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സൺഡേ ഈവനിങ് ഓഫ് നവംബർ. അത് നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദിവസമായിരുന്നു. ആൻഡ് ഈവനിങ് ടൈമായിരുന്നു. സൺഡേ ഈവനിങ്, വൈകുന്നേരം. വെൻ ദ വില്ലേജേഴ്സ് കെയിം ഔട്ട് ഓഫ് ദ ചർച്ച്, വെൻ ദ വില്ലേജേഴ്സ് കെയിം ഔട്ട് ഓഫ് ദ ചർച്ച്, വെൻ ദ വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ കെയിം ഔട്ട് ഓഫ് ദ ചർച്ച്, പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, ദ മാൻ ഹാഡ് ഗോൺ, ആ മനുഷ്യൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ദ ഹാഡ് ഓൾ ലൈക്ഡ് ഹിം, അവർക്കെല്ലാവർക്കും അയാളെ വളരെ ഇഷ്ടമായി. ദ ലേഡീസ് ഹാഡ് തോട്ട് ഹി വാസ് വെരി ഗുഡ് ലുക്കിംഗ്. അവിടെയുള്ള സ്ത്രീജനങ്ങൾ അവർ ഓർത്തു അയാൾ വളരെ സുന്ദര. എ ഫ്യൂ വീക്സ് ലേറ്റർ ഹി കെയിം ബാക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം, ഹി കെയിം ബാക്ക്, അദ്ദേഹം തിരിച്ചു വന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സൺഡേ ഇൻ ഡിസംബർ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സൺഡേ ഇൻ ഡിസംബർ. അത് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. ദ വില്ലേജേഴ്സ് വർ കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച്. അദ്ദേഹം അവിടെ വന്നപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളെല്ലാം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ആൻഡ് ഡാർക്ക്. അത് ഒരു സന്ധ്യാസമയമായിരുന്നു. വളരെ തണുപ്പും വളരെ ഇരുട്ടുമായിട്ടുള്ള ഒരു രാത്രിയായിരുന്നു. ഹലോ, ഹി സെഡ്,
ഐ ആം ബാക്ക് അഗെയിൻ. അവരോടെല്ലാം ഹലോ പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു. ഐ ആം ബാക്ക് അഗെയിൻ. ഇറ്റ്സ് നൈസ് ടു സീ യു ഓൾ വൺസ് മോർ. ഇറ്റ്സ് നൈസ് ടു സീ യു ഓൾ. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഹിസ് നെക്സ്റ്റ് വേർഡ്സ് സർപ്രൈസ്ഡ് എവരി വൺ. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവർക്കെല്ലാം വളരെ സർപ്രൈസിങ് അഥവാ ആശ്ചര്യമുണ്ടാക്കുന്നതായിരുന്നു. പെർഹാപ്സ് യു ക്യാൻ ഹെൽപ്പ് മീ, ഹി സെഡ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമായിരിക്കും. ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാൻ ഒരു വീട് അന്വേഷിക്കുകയാണ്. ഐ വോണ്ട് ടു ബൈ എ ഹൗസ് ഹിയർ. ഐ വോണ്ട് ടു ബൈ എ ഹൗസ് ഹിയർ. എനിക്കിവിടെ ഒരു വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഹിയർ, സമൺ സെഡ്. ഇവിടെയോ? ആരോ ചോദിച്ചു. ബട്ട് വൈ ഹിയർ? എന്തുകൊണ്ടാണ് ഇവിടെ വാങ്ങിക്കുന്നത്? ദർ ഇസ് നോ വർക്ക് ഇൻ വുഡ് എൻഡ് ഫോർ എ യങ് മാൻ. ദർ ഇസ് നോ വർക്ക് ഇൻ വുഡ് എൻഡ്. ഇവിടെ വുഡനിൽ ഒരു പണിയുമില്ല, ഒരു ജോലിയുമില്ല. ഫോർ എ യങ് മാൻ, ഒരു യുവാവിന്. All the young people leave the village. All the young people leave the village. ഇവിടെയുള്ള ചെറുപ്രായക്കാരെല്ലാം ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോവുകയാണ് സാധാരണ. They find work in ലിഡ്നി. അവർ ലിഡ്നി എന്ന ചെറിയ ഒരു ടൗൺ അടുത്തുണ്ട്. അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് അവിടേക്ക് പോകണം. ദ നിയറസ്റ്റ് ടൗൺ, അവരുടെ തൊട്ടടുത്തുള്ള ടൗണിൽ. I will get a job somewhere, the stranger said. അപരിചിതൻ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും. പെർഹാപ്സ് ഇൻ ലിഡ്നി. ഒരു പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ട് ലിഡ്നിയിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കും. ദെൻ വൺ ഓഫ് ദ വില്ലേജേഴ്സ് ടോൾഡ് ഹിം. അന്നേരം അവിടുത്തെ ഒരു ഗ്രാമവാസി അദ്ദേഹത്തിനോട് പറഞ്ഞു, അബൌട്ട് ഓൾഡ് മിസ്റ്റർ സ്മിത്ത്സ് ഹൗസ്. അവിടുത്തെ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ്റെ വീടിനെ പറ്റി പറഞ്ഞു. മിസ്റ്റർ സ്മിത്ത് ഹാഡ് ഡയഡ് ഇൻ ദ സമ്മർ. കഴിഞ്ഞ വേനൽക്ക് ഈ മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. ഹിസ് ഹൗസ് വാസ് എംപ്റ്റി. അദ്ദേഹത്തിൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇറ്റ് വാസ് ഫോർ സെയിൽ. അത് വിൽക്കാനിട്ടിരിക്കുകയാണ്. ദ ഹൗസ് വാസ് ഓൺ ദ കോർണർ ഓഫ് മെയിൻ സ്ട്രീറ്റ്. ആ വീട്, ദ ഹൗസ് വാസ് ഓൺ ദ കോർണർ ഓഫ് മെയിൻ സ്ട്രീറ്റ്. ആ വീട് ചർച്ചിലേക്ക് പോകുന്ന വഴിയുടെയും മെയിൻ റോഡിൻ്റെയും ഒരു മൂലയിലാണത്. ഐ വിൽ ആസ്ക് അബൌട്ട് ദ ഹൗസ് ടുമാറോ, സെഡ് ദ യങ് മാൻ. ഈ അപരിചിതൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ ആ വീടിനെ പറ്റി ചോദിക്കാം. പെർഹാപ്സ് ഐ വിൽ ബി ലക്കി. ഒരു പക്ഷേ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടുമായിരിക്കും. ഗുഡ് ബൈ, ഐ വിൽ സീ യു സൂൺ. എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു. അവരോട് പറഞ്ഞു നാളെ കാണാമെന്ന് പറഞ്ഞ് അയാൾ പോയി. ദ വില്ലേജേഴ്സ് വാച്ച് ഹിം ലീവ്. അവിടെയുള്ള വില്ലേജേഴ്സ്, അവിടെയുള്ള ഗ്രാമവാസികൾ വാച്ച്ഡ് ഹിം ലീവ്. അയാൾ പോകുന്നത് നോക്കി നിന്നു. ദേ ഓൾ സോ ഹിസ് കാർ. ദേ ഓൾ സോ ഹിസ് കാർ. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാറ് കണ്ടു. ഇറ്റ് വാസ് വെരി ബിഗ് ആൻഡ് ലക്ഷറിയസ്. ഇറ്റ് വാസ് വെരി ബിഗ്. അതൊരു വളരെ വലിയ കാറായിരുന്നു. അതേപോലെ ലക്ഷറിയസ് കാറായിരുന്നു. വളരെ ആഡംബര നിറഞ്ഞ ഒരു കാറായിരുന്നു. ഹി ലുക്ക്ഡ് റിച്ച്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇദ്ദേഹം ഒരു ധനവാനായിട്ടുള്ള ആളാണ്, ധനികനാണ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മിസ്റ്റർ സ്മിത്ത്സ് ഹൗസ് വാസ് സോൾഡ്. മിസ്റ്റർ സ്മിത്തിൻ്റെ വീട് വിൽക്കപ്പെട്ടു. ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ, അതിനുശേഷം ഒരു ഡിസംബർ പകുതിയോടുകൂടി ദ യങ് സ്ട്രേഞ്ചർ അറൈവ്ഡ്. ഈ അപരിചിതനായ ചെറുപ്പക്കാരൻ അവിടെ എത്തിച്ചേർന്നു. ഹി മൂവ്ഡ് ഇൻ ടു ദ ഹൗസ്.
അദ്ദേഹം പഴയ വീട്ടിലേക്ക്, ആ പുതിയതായി വാങ്ങിച്ച പഴയ വീട്ടിലേക്ക് കയറി താമസം തുടങ്ങി. ആൻഡ് വർക്ക്ഡ് വെരി ഹാർഡ്. അദ്ദേഹം വളരെ വർക്ക്ഡ് വെരി ഹാർഡ്, വളരെ കഠിനാധ്വാനം ചെയ്തു. ഹി ഫിക്സ് ദ റൂഫ്. അദ്ദേഹം റൂഫെല്ലാം നന്നാക്കി, മേൽക്കൂരയെല്ലാം നന്നാക്കി. ഹി റിപ്പയർഡ് ബ്രോക്കൺ വിൻഡോസ്. അദ്ദേഹം പൊട്ടിക്കിടന്നിരുന്ന ജനലുകളെല്ലാം ശരിയാക്കി. ഹി പെയിൻറ്റഡ് ആൻഡ് ഡെക്കറേറ്റഡ്. അദ്ദേഹം വീട് പെയിൻ്റ് അടിച്ചു ആൻഡ് ഡെക്കറേറ്റഡ്, കുറച്ച് ഭംഗിയൊക്കെ വരുത്തി. ഹി ചേഞ്ച് ദ ഹോൾ ഹൗസ്. അദ്ദേഹം ആ വീട് അടിമുടി മാറ്റി, കംപ്ലീറ്റ് മുഴുവനായി മാറ്റി. ബട്ട് ദർ വാസ് എ ബിഗ് സർപ്രൈസ് ഫോർ ദ വില്ലേജേഴ്സ്. എന്നിരുന്നാലും അവിടെയുള്ള ഗ്രാമവാസികൾക്കെല്ലാം വളരെ സർപ്രൈസ് സമ്മാനിച്ചുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഡിസംബർ 21 തിങ്കളാഴ്ച ദിവസം they saw a big sign on the front of the house. They saw a big sign or the front of the house. അവരൊരു വലിയൊരു ബോർഡ് കണ്ടു ആ വീടിൻ്റെ മുൻപിൽ, ഒരു സൈൻ ബോർഡ്. ആൻഡ് ഓൺ ദ സൈൻ were these words. ആ ബോർഡിൻ്റെ മേലെ ഈ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നുണ്ട്. ദ കോർണർ ഷോപ്പ് പ്രൊപ്രൈറ്റർ ദേവ് സ്ലേറ്റൻ. ദ കോർണർ ഷോപ്പ് പ്രൊപ്രൈറ്റർ, ആ വീടിന് അദ്ദേഹം ഈ പേര് നൽകി. കോർണർ ഷോപ്പ് പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടത്തിപ്പുകാരൻ. അദ്ദേഹത്തിൻ്റെ പേരെഴുതി ദേവ് സ്ലേറ്റൻ.